ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുമിത്രയും അതുപോലെ തന്നെ ദീപുവിൻ്റെ ഭാര്യ ചിത്രയും ഇരുന്ന് സംസാരിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മ കൊടുത്ത സ്വർണം സുമിത്ര ചിത്രയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നത്. തനിക്ക് അമ്മ തന്ന സാധനം അത് സന്തോഷത്തോടു കൂടി താൻ അത് ചിത്രയെ ഏൽപ്പിക്കുകയാണെന്നും ഇതിൻ്റെ അവകാശി സുമിത്രയല്ല മറിച്ച് ചിത്രയാണെന്നുള്ള കാര്യവും പറഞ്ഞ് സുമിത്ര ഇങ്ങനെ കൊടുക്കുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഈ ഒരു കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് അതിനുശേഷം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സമാധാനിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അത് ഒളിഞ്ഞു നോക്കിക്കൊണ്ടാണ് ദീപു അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്, തനിക്കെതിരായി എന്തെങ്കിലും ഗൂഢാലോചന വരുന്നുണ്ടോ, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് ദീപു ഇങ്ങനെ ഒന്ന് ഒളിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അതേ അങ്ങോട്ടേക്ക് അരവിന്ദൻ വന്നതോ കോളിംഗ് ബെൽ അടിച്ചതും അവിടെ അങ്ങനെ അങ്ങ് നിന്നു. ചെന്നിറങ്ങിക്കഴിഞ്ഞ് ദീപു കാണുന്ന കാഴ്ച ഇയാളെയാ. കണ്ടപ്പോഴേക്കും ദീപുവിൻ്റെ ചങ്കൊന്ന് ഇടിച്ചു. ദൈവമേ, പണി കിട്ടിയല്ലോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണേ. ഞാൻ വരാം, താൻ പോന്നും പറഞ്ഞുകൊണ്ട് ഇയാളെ ഓടിച്ചു വിടാൻ നോക്കുകയാണ് നമ്മുടെ ദീപു. അപ്പോഴേക്കും അത്യാവശ്യമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് പോകാതെ അവിടെ തന്നെ നിൽക്കുക. ഈ സമയത്ത് ദീപു അവിടെ നിന്ന് ഇയാളോട് സംസാരിക്കുന്നതും കണ്ടുകൊണ്ടാണ് മേളിൽ നിന്ന് സുമിത്രയും അതുപോലെ തന്നെ ചിത്രയും ഇറങ്ങി വരുന്നത്. അവർ രണ്ടുപേരും കൂടെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം ആളെ വ്യക്തമല്ല, തലയ്ക്ക് മേളിലേക്ക് കാണത്തില്ല, കഴുത്തിന് താഴേക്കേ കാണത്തുള്ളൂ. അപ്പോൾ ഇയാൾ ചെല്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദീപു ഇയാളെ ഓടിച്ചു വിടാനായിട്ട് നോക്കും. പക്ഷേ ഇയാൾ കാണണം പറയണം എന്ന് പറഞ്ഞ് തന്നെ അവിടെ അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇവരിറങ്ങി വരുന്നത് ദീപു കണ്ടു. പെട്ടെന്ന് ദീപു ഞെട്ടി. ദൈവമേ, എല്ലാം പണിയും തീർന്നു, എല്ലാം ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് പേടിച്ച് നിൽക്കുക. സുമിത്ര ചേച്ചിയൊക്കെ വരുന്നുണ്ട്, വേഗം പോ, ഞാനങ്ങ് വരാമെന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് ഇയാളെ അങ്ങ് പറഞ്ഞു വിട്ടു. അപ്പം ഞാൻ പുറത്ത് കാണും, വന്നിട്ടേ ഞാൻ പോകുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ദീപു ഉണ്ടാക്കി ചിരിയൊക്കെ ചിരിച്ചിങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് ഇവരെ കണ്ടപ്പോഴത്തേക്കും വെട്ടി വേർത്ത് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും ചിത്ര ചോദിച്ചു, ആരാ വന്നത്? അതെൻ്റെ ഒരു ഫ്രണ്ടാ, അവൻ്റെ കൂടെ ഒന്ന് പുറത്തേക്ക് എല്ലാം പറഞ്ഞു. അതിനെന്തിനാ അയാളെ ഇപ്പോൾ ദീപേട്ടൻ പറഞ്ഞു വിട്ടത്? ഞാൻ പറഞ്ഞു വിട്ടതല്ല, ഞാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ അവൻ പുറത്ത് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങ് പോയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ കിടന്നിങ്ങനെ വെപ്രാളം കൂട്ടുവാണേ. അപ്പോഴേക്കും ചിത്ര ചോദിച്ചു, ഇതെന്ത് പറ്റി? ദീപേട്ടൻ എന്താ ആകെ ഒരു വെപ്രാളം പോലെ, എന്താ വേർക്കുന്നുണ്ടല്ലോ, ഒരു ടെൻഷൻ എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രശ്നമോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. നിനക്ക് എന്താ ചിത്രയെ പറ്റിയത്? നീ ചുമ്മാ ആവശ്യമില്ലാത്തതൊക്കെ പറയുന്നത്. ഒരു പ്രശ്നമില്ല. അപ്പോൾ എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സുമിത്രയും ചോദിച്ചു. എൻ്റെ ഏട്ടത്തി ഇവള് പറയുന്നത് കേട്ടിട്ട് പ്രശ്നമുണ്ടെന്ന് ഏട്ടത്തിയും വിചാരിക്കുകയാണോ? ഒരു പ്രശ്നമില്ല, നീ അവൻ്റെ കൂടെ ഒന്ന് പുറത്തേക്ക് ചെല്ലാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഏട്ടത്തി ഉള്ളതുകൊണ്ട് ഞാൻ ചെല്ലില്ല എന്ന് പറഞ്ഞു എന്നുള്ള കാര്യവും പറയുക. അപ്പോൾ അവനെ ഒന്ന് പറഞ്ഞു വിട്ടിട്ട് ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകാൻ ഈ ദീപ് തുടങ്ങുമ്പോഴേക്കും എന്നാൽ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു ചിത്ര. നീ എന്തിനാ വരുന്നത്? അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ സുമിത്ര പറഞ്ഞു, എന്താ ചിത്ര ഇത്, നീ എന്തിനാ എങ്ങനെ അവനെ എപ്പോഴും സംശയത്തിൻ്റെ നിഴലിൽ കാണുന്നത് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നത്? അവൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ സുമിത്ര പാവം ഈ ചിത്രയെ അവിടെ പിടിച്ചു നിർത്തുക. ഈ സമയത്ത് പകുതി രക്ഷപ്പെട്ടു എന്നുള്ള ഒരു ഇതിൽ ആശാൻ നേരെ ഇയാളെ കാണാനായിട്ട് പോകണം. അപ്പോൾ അരവിന്ദൻ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണല്ലോ. അങ്ങനെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്താടോ സമയകാല ബോധമൊന്നും ഇല്ലാതെ ഓടിക്കയറി വരുന്നതെന്ന് ദീപ് ചോദിച്ചു. തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതിയെന്ന്, അല്ലാതെ താൻ എന്തിനാ ഓടിക്കയറി ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചപ്പം എനിക്ക് ചില കാര്യങ്ങളൊക്കെ തന്നോട് പറയാനുണ്ട്, അതുകൊണ്ടാണ് കയറി വന്നതെന്ന് പറഞ്ഞു. എന്ത് കാര്യമോ പറയാനുള്ളത്? താനേ രഞ്ജിതയ്ക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കൃത്യമായ പ്രതിഫലവും താൻ കൈപ്പറ്റിയിട്ടുണ്ട് ഇല്ലേന്ന് ചോദിച്ചു. ഉണ്ട്, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ കൃത്യപ്രതിഫലം കൈപ്പറ്റിയ താൻ പിന്നെയും കാശിനു വേണ്ടി കൂടെ നിൽക്കുന്നവരെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിച്ചാൽ പിന്നെ താൻ ഈ ഭൂമുഖത്തുണ്ടാവത്തില്ല, പറഞ്ഞേക്കാവെന്ന് പറഞ്ഞു. താൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും താൻ കൂടുതൽ കിടന്ന് ഉരുണ്ട് കളിക്കൊന്നും വേണ്ട ദീപു, നീ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്തൊക്കെ കാണിക്കുന്നുണ്ടെന്നെല്ലാം വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് വരവ്. രഞ്ജിതയെങ്ങാനും നിന്നെ നശിപ്പിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിനക്കറിയാമല്ലോ രഞ്ജിതയുടെ സ്വഭാവം. അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ നിന്നാലേ ഇനിയും പിഴച്ചു പോകാം. പിന്നെ ഇനിയും നീ ചെയ്തതിൻ്റെ ആ വിഹിതം നിനക്കെത്തുന്നത് പോലെ തന്നെ എത്തിക്കൊണ്ടിരിക്കും. മറിച്ച് നീ ഞങ്ങളെ ചതിക്കാനാണ് നിൻ്റെ ശ്രമമെങ്കിലേ എല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കും. നിൻ്റെ ഓർമ്മയിൽ അത് വേണമെന്നും പറഞ്ഞ് ഇയാൾ അങ്ങ് പോകുക. ഇയാൾ എന്താണ് ഈ പറഞ്ഞതെന്നോ ഇയാൾ എന്താണ് ഈ കാണിച്ചതെന്നോ ഒന്നും ദീപുവിന് മനസ്സിലാകുന്നില്ലേ. ദീപു ഇങ്ങനെ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുന്നതുമായിട്ട് അഭിനയിക്കുന്നു. അപ്പോൾ ദീപുവിൻ്റെ ഉള്ളിൽ കണ്ടവരിപ്പോൾ ആരുമില്ല, ആർക്കും അറിയില്ല ദീപു എന്താണ് ഉദ്ദേശിക്കുന്നത്, ദീപു എന്താണ് ചിന്തിക്കുന്നതെന്ന് പോലും അറിയില്ല. അപ്പോൾ ഇതും കഴിഞ്ഞിട്ട് ഇയാൾ വണ്ടിയിൽ അങ്ങ് പോകുന്നു. ഈ സമയത്ത് സുമിത്രയും ചിത്രയും അവിടെ ഇങ്ങനെ
വെളിയിൽ തന്നെ നിൽക്കുക. അപ്പോൾ ചിത്രയോട് സുമിത്ര പറയുന്നുണ്ട്, അപ്പോൾ ഇത്രയും നേരം ഞാൻ നിന്നോട് പറഞ്ഞു ഒന്നും നിനക്ക് മനസ്സിലായില്ലേ മോളെ, അവനെ ഒരിക്കലും നീ തെറ്റിദ്ധരിക്കരുത്, അവനെ ഒരിക്കലും നീ അങ്ങനെയൊന്നും കാണരുത് തുടങ്ങിയ രീതിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചേച്ചി ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചുകൊണ്ടല്ലെന്നൊക്കെ പറയുമ്പോഴും നീ അങ്ങനെ ഓരോ സംശയം കാണിക്കുമ്പോഴും അവൻ എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് സുമിത്ര ഇങ്ങനെ ചിത്രയെ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴാണ് ഈ ദീപു അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ കൂട്ടുകാരൻ പോയോ എന്ന് സുമിത്ര ചോദിച്ചപ്പോൾ പോയി, അവനോടൊപ്പം പുറത്തേക്കൊന്ന് ചെല്ലാൻ പറഞ്ഞവൻ ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പം ഞാൻ വേറൊരു ദിവസം വരാമെന്നും പറഞ്ഞു അവനെ ഒരു തരത്തിൽ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ചിത്രയ്ക്ക് അത് അത്രയ്ക്കും വിശ്വാസമൊന്നും ആയിട്ടില്ല കേട്ടോ. ചിത്ര അങ്ങനെ വിശ്വസിച്ചിട്ടൊന്നുമില്ല, ആ ഒരു ദേഷ്യത്തിൽ തന്നെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ ഒരു വിഷയം പെട്ടെന്ന് മാറ്റിമറിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഈ ദീപ് ചോദിച്ചു, എന്താ ചേച്ചിയുടെ അടുത്ത പ്ലാൻ, ഇനിയിപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് കാര്യങ്ങളൊക്കെ ചേച്ചി തീരുമാനിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്തായാലും മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനുണ്ട്, മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ വേണമെന്ന് പ്ലാൻ ചെയ്യാനുണ്ട്, അത് പ്ലാൻ ചെയ്യണം, പിന്നെ എങ്ങനെയായാലും ജീവിച്ചല്ലേ പറ്റൂ എന്നും ചോദിച്ചുകൊണ്ട് സുമിത്ര ഇങ്ങനെ ആ ഒരു ഇതിൽ വളരെ കൂളായിട്ട് തന്നെ അനിയൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചിക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാമെന്നും ചേച്ചിയുടെ ഏത് ആവശ്യത്തിനും ഈ അനിയൻ കൂടെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേച്ചിയെ ഭയങ്കര ഇതൊക്കെ ആക്കുന്നു. അപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, എനിക്കതറിയാമല്ലോ, നീ എന്തിനും ഏതിനും എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് എനിക്കറിയാമല്ലോ, പിന്നെ എന്താണ് മോനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചേച്ചി അന്നേരത്തേക്കും ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ മോനെ വിശ്വസിച്ച രീതിയിൽ തന്നെ സംസാരിക്കുക കേട്ടോ. അപ്പോൾ ഇതുവരെ ദീപുവിനെക്കുറിച്ചൊരു കരട് സുമിത്രയുടെ മനസ്സിൽ വീണിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സുമിത്രയ്ക്ക് ആകെ ഒരു ഇതുപോലെ. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കാം. എന്തായാലും ആ ഒരു സംഭവവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ദീപു മാറി നിന്നുകൊണ്ട്, അതായത് ഇതിന് ഒരു പരിഹാരം കാണണമല്ലോ, അതിന് രഞ്ജിതയെ വിളിക്കുക. അപ്പോൾ രഞ്ജിതയെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈശ്വരാധീനം എന്ന് പറയാം, രഞ്ജിതയുടെ ഫോൺ നമ്മുടെ പൂജ ഇരുന്ന് ജോലി ചെയ്യുന്നതിൻ്റെ അടുത്തായിരുന്നത്. അപ്പോൾ ഇയാൾ, അതായത് ഈ രഞ്ജിതയുടെ മകൻ കൊടുത്ത കാര്യങ്ങളെല്ലാം കൂടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പൂജ. അതൊക്കെ എഴുതി എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പൂജയുടെ അടുത്തിരുന്ന് രഞ്ജിതയുടെ ഫോൺ അങ്ങ് ബെല്ലടിച്ചു. ഫോൺ ബെല്ലടിച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിനകത്ത് ദീപു എന്ന് എഴുതി കാണിച്ചു. ഞെട്ടലോടെയാണ് നമ്മുടെ പൂജ അത് നോക്കിയത്. പൂജ ഇങ്ങനെ നോക്കിയിട്ട് ഒന്നും അല്ലാത്തതുപോലെ വീണ്ടും ഇരുന്ന് എഴുതുക. അപ്പോഴേക്ക് രഞ്ജിത അങ്ങോട്ടേക്ക് വന്നു. രഞ്ജിത വന്ന് പൂജ ഒരുവാകെ നോട്ടമൊക്കെ നോക്കിയ ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ദീപു എന്ന് എഴുതി കാണിച്ചു. രഞ്ജിത ഒന്ന് ഞെട്ടി. ശരിക്കും പറഞ്ഞാൽ ഇവള് സത്യങ്ങളൊക്കെ അറിഞ്ഞു, അല്ലെങ്കിൽ ഇവൾക്ക് ഇനി സംശയം ഉണ്ടാകുമല്ലോ, എന്തിനാണ് രഞ്ജിതയെ ദീപു വിളിക്കുന്നത് എന്നുള്ള ആ ഒരു ടെൻഷൻ അത് പൂജയ്ക്ക് തോന്നും എന്നുള്ള കാര്യം രഞ്ജിതയ്ക്ക് മനസ്സിലായി. നീ എവിടെ നോക്കിയിരിക്കടി, എഴുതടി എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജിത അവിടെ നിന്ന് അങ്ങ് പോയി. രഞ്ജിത അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പൂജ ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങി. എന്നാലും ദീപുവങ്കിൾ തന്നെയല്ലേ വിളിച്ചത്, ദീപുവങ്കിൾ എന്തിനായിരിക്കും രഞ്ജിതാൻ്റെയെ വിളിക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്താ, ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രശ്നങ്ങളായിട്ട് നിൽക്കുമ്പോൾ ഇവർ തമ്മിൽ എന്താ ഒരു ഡീലിങ്സ്, അതറിഞ്ഞാൽ പറ്റുള്ളല്ലോ എന്നൊക്കെ ഇങ്ങനെ പൂജ ചിന്തിക്കാം. ഈ സമയത്ത് രഞ്ജിത അപ്പുറം പോയി മാറി നിന്ന് ഫോൺ എടുത്ത് സംസാരിക്കാം. തന്നോട് ആരാടോ എൻ്റെ നമ്പറിലേക്ക് വിളിക്കാൻ പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ വിളിച്ചതേ എനിക്കൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ തനിക്ക് എന്ത് കാര്യം അറിയേണ്ടത്, തന്നോട് പറയുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് തന്നെ പറയാറുള്ളതല്ലേ, പിന്നെ ഇങ്ങോട്ട് വിളിക്കരുതെന്ന് പറഞ്ഞിട്ട് താൻ എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് രഞ്ജിത ദേഷ്യപ്പെടുക. അപ്പോഴേക്കും ദീപു പറഞ്ഞു, ഭർത്താവിന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു, ഭർത്താവ് എന്തൊക്കെ ഇവിടെ വന്നു എന്ന് പറഞ്ഞിട്ട് പോയി, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, അത് അറിയാനാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞപ്പോൾ തനിക്കെന്താ ഒന്നും മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, എനിക്കൊന്നും മനസ്സിലായില്ല. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ തന്ന തുകയ്ക്ക് പകരം ഞാൻ എന്തെങ്കിലും നിങ്ങളോട് കൂടുതൽ ചോദിച്ചോ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിന്ന് ഞാൻ നിങ്ങളെ വഞ്ചിച്ചോ, ഇതൊക്കെയാണല്ലോ നിങ്ങളുടെ ഭർത്താവ് ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ട് പോയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദീപു ഈ രഞ്ജിതയോട് സംസാരിക്കുന്നു. അപ്പോൾ രഞ്ജിതയോട് ഈ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രഞ്ജിതയാണെങ്കിൽ ദീപുവിനോടും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇവർ. ഈ സമയത്ത് നമ്മുടെ പൂജയ്ക്ക് ഇവർ തമ്മിൽ എന്താ സംസാരിക്കുന്നതെന്ന് കേൾക്കാനായിട്ടൊരു ആകാംക്ഷ, എങ്കിലാണല്ലോ ചെറിയൊരു ക്ലൂ എങ്കിലും കിട്ടുകയുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മുടെ രഞ്ജിത ഇങ്ങനെ സംസാരിക്കുന്നത് കാണാനും കേൾക്കാനുമായിട്ട് പാവം പൂജ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് ആ വീട് മുഴുവൻ ഇങ്ങനെ അരിച്ചു പുറക്കും. ഈ പുള്ളിക്കാരി എവിടെയാണ് നിൽക്കുന്നത്, എങ്ങനെ ആരോട് എന്താ സംസാരിക്കുന്നത്, ഇതൊക്കെ അറിയാനായിട്ട് അങ്ങനെ പമ്മി ചെന്നിങ്ങനെ അവിടെ ഇവിടെയൊക്കെ നോക്കുന്ന നമ്മുടെ പൂജയെ പെട്ടെന്ന് പങ്കജ് കണ്ടു. പങ്കജ് ഇങ്ങനെ ബൈക്കിലൂടെ വന്ന് പൂജ ഇങ്ങനെ നോക്കുന്നത് കാണുക. അപ്പോഴേക്കും ഈ പങ്കജ് ഇത് കണ്ടല്ലോ. പങ്കജ് വേഗം പൂജ എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചു. പൂജ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും പങ്കജ്, നീ ഇവിടെ എന്ത് ചെയ്യുക, നീ എന്തീ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ഞാൻ മേഡം എവിടെയായിരുന്നു നോക്കുമായിരുന്നു എന്ന് പറഞ്ഞു.
അയാൾ ഇരുട്ടുമുറിയിലേക്ക് നോക്കിയിട്ടാണ് അമ്മ എവിടെയാണെന്ന് നോക്കുന്നത്. എന്താ നിന്നെ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്? അമ്മ പറഞ്ഞതുപോലെ തന്നെ അബദ്ധമായോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ നമ്മുടെ പങ്കജും കൂടി ചോദിക്കാം. അപ്പോൾ ഇല്ല പങ്കജേട്ടാ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ലെന്ന് പറയുമ്പം നിനക്കൊരു ജോലിയാണ് തന്നിട്ടുള്ളത്. ആ ജോലി തീർക്കാനാണ് നിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്, അല്ലാതെ ഈ വീട്ടിലെ ഓരോ മുറികളും അരിച്ചു പെറുക്കാനല്ലെന്നും പറഞ്ഞുകൊണ്ട് പങ്കജ് ഇങ്ങനെ പൂജയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു. അപ്പോൾ എന്നെ തെറ്റിദ്ധരിച്ചതാണ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ലെന്നും പറഞ്ഞുകൊണ്ട് പൂജ ഇങ്ങനെ പറഞ്ഞപ്പം ഇനി നീ കൂടുതൽ സംസാരിക്കേണ്ട, നീ വർക്ക് തീർത്തെങ്കിൽ നീ പൊയ്ക്കോളാൻ പറഞ്ഞു പങ്കജ്. അങ്ങനെ പൂജ അവിടെ നിന്ന് പങ്കജ് പറഞ്ഞു വിടാൻ നോക്കുക. കാരണം പങ്കജിന് മനസ്സിലായി പൂജ ഇവിടെ നിന്നാൽ അത് അപകടമാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വരാനിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.